എല്ലാവർക്കും നമസ്കാരം. ഫ്രാക്ഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 പാർട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 3ാമത്തെ പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പേജ് നമ്പർ 36 കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അടുത്ത ടോപ്പിക്ക് നോക്കാം, ടൈംസ് ഇൻ പാർട്ട്, ആ പേജിൽ തന്നെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അതിൽ കൊടുത്തിരിക്കുന്നു, നോക്കിയേ. 2 liters of milk is used to fill 3 bottles of the same size. ഒരേ സൈസിലുള്ള 3 ബോട്ടിലിൽ 2 ലിറ്റർ പാല് നമുക്ക് നിറയ്ക്കണം. A quarter of one such bottle is poured into a glass. എന്നിട്ട് അതിലത്തെ ഒരു ബോട്ടിലത്തെ മിൽക്ക് എടുത്തിട്ട് ആ ബോട്ടിലിന്റെ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, 1/4, കാൽഭാഗം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം. ഹൗ മച്ച് മിൽക്ക് ഈസ് ഇൻ ദ ഗ്ലാസ്? അങ്ങനെയാണെങ്കിൽ ഗ്ലാസ്സിൽ എത്ര മിൽക്ക് ഉണ്ടായിരിക്കും? അതാണ് ചോദ്യം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം 2 ലിറ്റർ മിൽക്ക് എടുത്തിട്ട് 3 ഒരേപോലത്തെ കുപ്പികളിൽ നിറയ്ക്കണം. അപ്പോൾ ഒരു കുപ്പിയിൽ എത്ര ഉണ്ടാവും? അത് ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ എത്രയുണ്ട് മൊത്തം എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ആകെ എത്രയുണ്ട്? 2 ലിറ്റർ. അതിനെ എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം? 3 ഈക്വൽ പാർട്സ് ആയിട്ട്. അതായത് 3 സെയിം സൈസിലുള്ള 3 ബോട്ടിലേക്കാണ് നമ്മൾ ഇതിനെ നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ 2 ലിറ്ററിനെ ഡിവൈഡ് ചെയ്യണം, ഈക്വലി 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 ലിറ്ററിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം? 3 ആയിട്ട്, അല്ലേ? 2 / 3. അതിനെ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 2/3 എന്ന് എഴുതാം, അല്ലേ? അപ്പൊ എത്രയുണ്ട്? ഒരു ബോട്ടിലിൽ എത്ര മിൽക്ക് ഉണ്ടായിരിക്കും? 2 ലിറ്ററിന് 3 ബോട്ടിലാക്കിയപ്പോൾ 2/3 ലിറ്റർ. ഈസി അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇത് ചെയ്യാൻ പോണത് എന്താ? അപ്പൊ ഒരു ബോട്ടിലിൽ എത്രയുണ്ടെന്ന് മനസ്സിലായി. ഇതുപോലത്തെ 3 ബോട്ടിലുകളുണ്ട്. 2/3 വീതം 3 ബോട്ടിലുകളുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ ക്വാർട്ടർ ഭാഗം, ഒരു കുപ്പിയിലുള്ള പാലിന്റെ കാൽഭാഗം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ 1/4 ആണ് ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അപ്പോൾ 1/4 ഓഫ് 2/3 ലിറ്റർ. 2/3 ലിറ്ററിന്റെ 1/4 ഭാഗം എത്രയുണ്ട് എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഗ്ലാസ്സിലത്തെ മിൽക്കിന്റെ അളവ് കിട്ടി. ആ ഗ്ലാസ്സിൽ ഇത്രയാണുള്ളത്. അതായത് 2/3 ലിറ്റർ മിൽക്കിന്റെ 1/4 ഭാഗം, കാൽഭാഗം. അപ്പൊ നമ്മൾ ഓഫ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ ഓഫിന്റെ സ്ഥാനത്ത് ഒരു ഇൻറ്റു ഇട്ടിട്ട് ഈ 2 ഫ്രാക്ഷൻ കൂടി ഇൻറ്റു ചെയ്യാതെ വേണ്ടോ? അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 1/4 ഇൻറ്റു 2/3. അപ്പൊ എന്ത് ചെയ്യേണ്ടത്? ഫ്രാക്ഷൻ ആകുമ്പോൾ എങ്ങനെയാണ് ഇൻറ്റു ചെയ്യുക? നേരെ കിടക്കുന്നത് ഇൻറ്റു ചെയ്യുക. 1ഉം 2ഉം ഇൻറ്റു ചെയ്യണം, അല്ലേ? 1 × 2. അതുപോലെ താഴെ കിടക്കുന്നത് താഴെയും നേരെ കിടക്കുന്നത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. 4 × 3 ഈക്വൽസ് 1 × 2 2, 4 × 3 12. ആൻസർ കിട്ടിയില്ലേ? ഇത്രയും ലിറ്റർ ആയിരിക്കും ഒരു ഗ്ലാസ്സിൽ ഉണ്ടായിരിക്കുക. അപ്പൊ എപ്പോഴും ഫ്രാക്ഷൻസ് ഇത് ആൻസർ കിട്ടി കഴിയുമ്പോൾ, ഫ്രാക്ഷനായിട്ട് ആൻസർ കിട്ടി കഴിയുമ്പോൾ ആ ആൻസറിന് ഒന്ന് നോക്കണം. നമുക്ക് അതിൻ്റെ ലോവസ്റ്റ് ഫോമിലേക്ക് മാറ്റിയിട്ട് അതിനിടാൻ പറ്റുമോ, അതല്ലെങ്കിൽ അത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതാണോ എന്നൊക്കെ നോക്കണം. അപ്പം ഇതിലിപ്പോൾ ന്യൂമറേറ്റർ ചെറുത്, ഡിനോമിനേറ്റർ വലുത് തന്നെയാണ്. പക്ഷേ ഇതിനെ നമുക്കൊന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതിനെ നമുക്കൊന്ന് ചെറുതാക്കാൻ പറ്റും, ഇല്ലേ? അതായത് ഇനി ചെറുതാക്കാം. 2നെയും ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഒരേ സംഖ്യ 1ഉം 0ഉം ഒഴിച്ച് ഒരേ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1 കഴിഞ്ഞ അടുത്ത നമ്പർ 2. ആ 2 കൊണ്ട് 2നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 12നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും 2 കൊണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് 2ൽ 2 ഒരു പ്രാവശ്യം പോയി, 12ലാണെങ്കിൽ 6 ടൈംസും പോയി. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ആ ഫ്രാക്ഷൻ നമ്മളൊന്ന് ചെറുതാക്കിയിട്ട് നമുക്ക് 1/6 ലിറ്റേഴ്സ് എന്ന് ആൻസർ കിട്ടി. 2/12 എന്ന് പറഞ്ഞാലും 1/6 എന്ന് പറഞ്ഞാലും അതിൻ്റെ വാല്യൂവിന് മാറ്റില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഈ നമ്പർ ചെറുതാവുമ്പോൾ ആൻസർ ഇതാവില്ല എന്ന് വിചാരിക്കും. ഇപ്പോൾ 5 ലിറ്റർ 10 ലിറ്റർ എന്നുള്ളടത്ത് 5 ലിറ്റർ എന്ന് പറയുമ്പോൾ പകുതി ആവില്ലേ?
അപ്പോൾ അതുപോലെ 2/12 എന്നുള്ളതിന് വരെ 1/6 എന്ന് പറയുമ്പോൾ അതിൻ്റെ അളവിൽ മാറ്റം വരില്ലേ, ചെറിയ നമ്പർ അല്ലേ എന്ന് വിചാരിക്കേണ്ട. ഫ്രാക്ഷൻസിൻ്റെ കാര്യത്തിൽ ഏറ്റവും ലോവസ്റ്റ് ഫോമിൽ അത് എന്താ പറയുക, അതൊക്കെ ഈക്വൽ ആയിരിക്കും എല്ലാതും. 1/6 എന്ന് പറഞ്ഞാലും 2/12 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 2/12 എന്ന് ഇടരുത്. കറക്റ്റ് തന്നെയാണെങ്കിൽ പോലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമ്മൾ ലോവസ്റ്റ് ഫോമിലേക്ക് എപ്പോഴും മാറണം. അപ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകരുത്. ജസ്റ്റ് ഒന്ന് ആൻസറിലേക്ക് നോക്കുക, ഇതിനൊന്ന് ചെറുതാക്കാൻ പറ്റുമോ, രണ്ടിലും ഒരേ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കിയിട്ട് അതിനൊന്ന് ചെറുതാക്കിയിടാം. അപ്പോൾ ഇപ്പോൾ 2/12 1/6 ഇനി ഇതിൽ രണ്ടിലും പോണ നമ്പറുകളൊന്നും തന്നെ ഇല്ല അല്ലേ, 1 മാത്രമേ പോകുള്ളൂ. 1ൽ 1 പോവും, 6ലും 1 പോവും. അപ്പോൾ നമ്മൾ അത് നോക്കണ്ട. 1 ഒഴിച്ച് വേറെ എന്തെങ്കിലും നമ്പറുകൾ പോയിച്ചെങ്കിൽ നമ്മളതിനെ അതുകൊണ്ട് കളഞ്ഞിട്ട് അതിനെ എന്താ പറയുക, ചെറുതാക്കിയിടാം. അപ്പോൾ എത്ര ഉണ്ടാവും, അപ്പോൾ ഗ്ലാസ്സിൽ എത്ര മിൽക്ക് ഉണ്ട്, 1/6 ലിറ്റർ മിൽക്കാണ് ആ ഒരു ഗ്ലാസ്സിൽ ഉള്ളത്. മനസ്സിലായി? പേജ് നമ്പർ 37 അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1/2 kilogram of rice is equally filled in 4 bags. 1/2 കിലോ അരി ഉണ്ട്, അതിനെ ഒരേ അളവിൽ 4 ബാഗുകളിലാക്കി നിറയ്ക്കണം. ഇഫ് യു ടേക്ക് 3 such bags together, ആ 4 ബാഗുകളാക്കി നിറച്ചിട്ട് അതിലത്തെ 3 ബാഗ് ഇങ്ങോട്ട് എടുത്താൽ how much rice do we get? ഈ 3 ബാഗിൽ കൂടിയിട്ട് എത്ര റൈസ് ഉണ്ടാവും? അതായത് ഹാഫിനെ ആദ്യം 4 ഈക്വൽ പാർട്സ് ആക്കണം, എന്നിട്ട് അതിലത്തെ 3 ഈക്വൽ പാർട്സ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന ആൻസർ കിട്ടണം. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഹാഫിനെ 4 ആക്കി ഭാഗിക്കണം. അപ്പോൾ 1/2 / 4 വരും. അപ്പോൾ അതിന് മുന്നേ ഫ്രാക്ഷൻ ഡിവിഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ മുന്നത്തെ ക്ലാസ്സിൽ? അതൊന്നും ഞാൻ പറഞ്ഞുതരാം. ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇൻറ്റു ചെയ്യണത് എളുപ്പമല്ലേ, നേരെ കിടക്കുന്നത് ഇൻറ്റു ചെയ്യുക. എന്നാൽ പോലെ തന്നെ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം 1/2 നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്, 4 ഈക്വൽ സൈസിൽ സെയിം സൈസിലുള്ള ബാഗിലാണ് നിറക്കേണ്ടത്. അതായത് 4 1/2 / 4 നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കിട്ടില്ല അല്ലേ, ഒരു ഫ്രാക്ഷൻ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത്, ഫ്രാക്ഷനിൽ ഡിവൈഡ് ചെയ്യാൻ വന്നാൽ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫ്രാക്ഷനെ തിരിച്ചിടുക, ന്യൂമറേറ്ററിൻ്റെ സ്ഥാനത്ത് ഡിനോമിനേറ്റർ ഇടുക, ഡിനോമിനേറ്ററിൻ്റെ സ്ഥാനത്ത് ന്യൂമറേറ്റർ ഇടുക, മറിച്ചിടുക. അതിനെയാണ് റെസിപ്രോക്കൽ എന്ന് പറയാം, വ്യുൽക്രമം എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ ഈ റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി ഡിവൈഡ് ചെയ്യണമെങ്കിൽ വരാം. മനസ്സിലായില്ലേ? അപ്പോൾ 1/2 മാറ്റൊന്നും വരുത്താൻ പാടില്ല. ഡിവൈഡ് ബൈക്ക് ശേഷം എടുക്കുന്ന സ്ഥാനത്തിനാണ് നമ്മൾ മാറ്റേണ്ടത്. 1/2 അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ഡിവൈഡ് ബൈ എന്ന് പറയുന്നത് ഇൻറ്റു ആയി മാറും. 4ന്റെ റെസിപ്രോക്കൽ ഇടണം, 4നെ തിരിച്ചിടണം. 4നെ തിരിച്ചിടാൻ 4ൽ എവിടെയാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള ആകെ ഒരു നമ്പർ അല്ലേ ഉള്ളൂ, ഹോൾ നമ്പർ അല്ലേ എടുക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് മാറ്റുക? അപ്പോൾ ഏതൊരു ഹോൾ നമ്പർ എന്ന് പറഞ്ഞാലും 4 എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് തന്നെ നമുക്ക് ഡിവിഷൻ ഫ്രാക്ഷൻ ആക്കി ഇടണമെങ്കിൽ ആ രൂപത്തിൽ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം, 4/1. എല്ലാത്തിൻ്റെയും താഴെ ഒരു 1 ഉണ്ട് ശരിക്കും. അതായത് ഇതിൻ്റെ വാല്യൂവിന് മാറ്റില്ല. 4/1 എന്ന് പറഞ്ഞതിന് എൻ്റെ അർത്ഥം എന്താ, 4/1 അല്ലേ. 4/1 എന്ന് പറഞ്ഞാൽ എത്രയാ, 4 തന്നെ. അപ്പം അതായത് ആൻസർ ഈ 4ന്റെ വാല്യൂവിൽ മാറ്റൊന്നും വരുന്നില്ല, പക്ഷെ നമുക്ക് അതിനെ ഫ്രാക്ഷനാക്കി മാറ്റാനും സാധിച്ചു. അങ്ങനെ ഏതൊരു ഹോൾ നമ്പറിനെയും /1 എന്നാണ് ഫ്രാക്ഷൻ്റെ രൂപത്തിൽ എഴുതുമ്പോൾ നമുക്ക് കിട്ടുക, /1 ഇട്ടാൽ മതി. അപ്പോൾ സത്യത്തിൽ അപ്പോൾ ഈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 4/1 ആണ്. ഇനി ഇതിനെ നമുക്ക് തിരിച്ചിട്ടൂടെ, ന്യൂമറേറ്റർ 4ഉം ഡിനോമിനേറ്റർ 1ഉമാണ്. അപ്പോൾ നമുക്ക് ഇത് തിരിച്ച് ഇങ്ങോട്ടും വരാൻ 4 താഴത്തേക്കും പോകണം. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കിട്ടി. അപ്പോൾ 1/2 ഇൻറ്റു ഇതിനെ തിരിച്ചിട്ടപ്പോൾ 4/1 ഉള്ളത് 1/4 ആയി മാറി. മനസ്സിലായോ? ഇനി ഇത് നമുക്ക് ഇൻറ്റു ചെയ്തൂടെ, നേരെ കിടക്കുന്നത് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര വരും, 1 × 1 1, 2 × 4 8 കിട്ടിയില്ലേ? അപ്പം ഇങ്ങനെയാണ് ഫ്രാക്ഷനിൽ ഡിവൈഡ് ചെയ്യുക, അതായത് റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി ഈ പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം എന്താ പറയുക, 1/2 kilogram ഓഫ് റൈസ് ഈസ് ഈക്വലി ഫിൽഡ് ഇൻ 4 bags. 1/2 kilogramനെ 4 ഈക്വലി ഡിവൈഡ് ചെയ്യണം. 4 ഈക്വൽ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യണം.
അപ്പം നമ്മൾ ഇത് തന്നെയാണ് ഇപ്പം തന്നെ ചെയ്തത്. അപ്പം എന്താ ചെയ്തത്? ഡിവൈഡഡ് ബൈക്ക് പകരം നമ്മൾ ഇൻറ്റു ആക്കി മാറ്റി. 4ന്റെ റെസിപ്രോക്കൽ ഇട്ടു. അപ്പോൾ 4ന്റെ റെസിപ്രോക്കൽ 1/4 ഈക്വൽസ് എത്ര വരും? 1/8. 1/8 kg ആണ് അപ്പോൾ ഒരു ബാഗിൽ ഉണ്ടാവുക. അപ്പം അങ്ങനത്തെ എത്ര ബാഗുകളുണ്ട്? 4 ബാഗുകളുണ്ട്. 4 ബാഗുകളിൽ 1/8 1/8 1/8 1/8 അത്ര കിലോഗ്രാം വീതം 4 ബാഗുകളാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് അങ്ങനത്തെ 3 ബാഗുകൾ നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ, ഇഫ് യു ടേക്ക് 3 such bags together, how much rice do we get? എത്ര നമുക്ക് കിട്ടും? 3 ബാഗുകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ 1/8 വീതമുള്ള 3 ബാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ 1/8 പ്ലസ് 1/8 പ്ലസ് 1/8 അങ്ങനെ ഇട്ട് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് ഇൻറ്റു 3 ചെയ്താലും പോരെ. ഇൻറ്റു 3. അപ്പം ഇൻറ്റു ചെയ്യാനായിട്ട് നമുക്കറിയാം 3ഉം 1ഉം കൂടി ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ എത്ര വന്നു? 3 തന്നെ ബൈ 8. അപ്പോൾ എത്ര ഉണ്ടായിരിക്കും? അങ്ങനത്തെ 3 ബാഗുകൾ എടുത്താൽ 3/8 കിലോഗ്രാം. എളുപ്പമല്ലേ ഇത്? ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. വലിയ അധികം അങ്ങോട്ട് ഇതിൻ്റെ ലോജിക്ക് ചിന്തിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് സിമ്പിളാണ്. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ ഫ്രാക്ഷൻ്റെ വളരെ സിമ്പിളാണ്. മനസ്സിലായില്ലേ? ഇനി പേജ് നമ്പർ 40 എടുത്താൽ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കത് സോൾവ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, ഡ്രോ ദ ലൈൻ AB 12 സെൻറ്റിമീറ്റേഴ്സ് ലോങ്. 12 സെൻറ്റിമീറ്റർ നീളത്തിലൊരു ലൈൻ വരയ്ക്കാൻ AB എന്ന് പേര് കൊടുക്കുക. മാർക്ക് C, എന്നിട്ട് ആ ലൈനിൽ C മാർക്ക് ചെയ്യണം ഓൺ ഇറ്റ് സച്ച് ദാറ്റ് AC is 2/3 of AB. അതായത് ആദ്യം നമ്മൾ 12 സെൻറ്റിമീറ്റർ നീളത്തിൽ AB വരച്ചു. ഇനി 12 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി മാർക്ക് C ഓൺ ഇറ്റ്. C മാർക്ക് ചെയ്യണം. C എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ഇത്ര സെൻറ്റിമീറ്റർ അകല, എയിൽ നിന്നും ഇത്ര സെൻറ്റിമീറ്റർ അകലത്തിൽ, അല്ലെങ്കിൽ ബിയിൽ നിന്നും ഇത്ര സെൻറ്റിമീറ്റർ അകലത്തിൽ C മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടില്ല. അതിന് വരെ എന്താ പറഞ്ഞിട്ടുള്ളത്? AC is 2/3 of AB. AC എന്ന് പറയുന്നത്, AC എന്ന് പറഞ്ഞാൽ A മുതൽ നമ്മളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഇതിലത്തെ ഒരു പോയിന്റ് ഉണ്ട് C. ആ C വരയ്ക്കുള്ള നീളമാണ് AC. ആ AC എന്ന് പറയുന്നത് ABയുടെ എത്ര ഭാഗമാണ്? 2/3 ഭാഗം. 2/3 of AB. അതാണ് AC. AC എന്ന് പറയുന്നത് 2/3 of AB ആണ്. അപ്പൊ AB എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് AB എന്ന് പറഞ്ഞാൽ? 12 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഓഫിന്റെ സ്ഥാനത്ത് ഒരു ഇൻറ്റു ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായി? 2/3 ഇൻറ്റു 12 കിട്ടി അല്ലേ? അപ്പോൾ എത്ര കിട്ടും ആൻസർ? നേരെ കിട്ടുന്നത് ഇൻറ്റു ചെയ്യുക. 2 ഇൻറ്റു 12. ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇങ്ങനെ ഇൻറ്റു ചെയ്യാനായിട്ട് ഫ്രാക്ഷൻസ് നമ്മൾ ഇൻറ്റു ചെയ്യാൻ വരുമ്പോൾ നേരെ കിടക്കുന്നത് ഇൻറ്റു ചെയ്യണം അല്ലേ? താഴെ മുകളിൽ കിടക്കുന്നത് അപ്പോൾ എന്താ ചെയ്യുക? നേരെ കിടക്കുന്നത് ഇൻറ്റു ആണ് ചെയ്യേണ്ടതെങ്കിൽ താഴെയും മുകളിലും കിടക്കുന്നത് തമ്മിൽ ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അത് അങ്ങനത്തെ ഒരു കാര്യം കൂടി ചിന്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്കിത് ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കുറേ വലിയ നമ്പറുകളൊക്കെ ഇട്ട് ഇൻറ്റു ചെയ്യുന്നതിനേക്കാളും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നേരെ കിടക്കുന്നത് ഇൻറ്റു ചെയ്യണം, താഴെ മുകളിലും കിടക്കുന്നതാണെങ്കിൽ ഡിവൈഡ് ചെയ്യണം. അപ്പം ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമാണ്. ഒരു മിനിറ്റ്, ഇതൊന്ന് അടുത്തേക്ക് എഴുതാം. 2/3 ഇൻറ്റു 12. ഓക്കെ, അപ്പം നേരെ കിടക്കുന്നത് പറയുമ്പോൾ 2ഉം 12 ആണ് നേരെ. അപ്പം 2ഉം 12ഉം കൂടിയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 24. പിന്നെ 3ക്ക് ഇവിടെ ഇൻറ്റു ചെയ്യാൻ ഒന്നുമില്ല. ശരിക്കും ഇവിടെ ഒരു 1 ആണ് നമ്മൾ പറഞ്ഞില്ലേ, ഓൾ നമ്പറിൻ്റെ ഒക്കെ ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ട്. പക്ഷെ നമ്മളത് ഇടേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. 3 തന്നെ വന്നു. ഇനി നമുക്ക് ഈ 3 ഇതിനെ നമുക്ക് ചെറുതാക്കാൻ സാധിക്കും അല്ലേ? 3 ഒരു പ്രാവശ്യം പോയി, 24 8 ടൈംസ് പോയി. അപ്പോൾ 8/1 ഉള്ളത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 8 എന്ന് ആൻസർ കിട്ടി. ഇതാണ് ഒരു തരത്തിൽ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരെ കിടക്കുന്നത് ഇൻറ്റു ചെയ്യുക, താഴെയും മുകളിലും കിടക്കുന്നത് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞില്ല. ആ ഒരു മെത്തേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2ഉം 12ഉം കൂടിയിട്ട് ഇൻറ്റു ചെയ്യാം. അതിന് മുന്നേ തന്നെ നോക്കുക, ജസ്റ്റ് ഒന്ന് താഴെ കിടക്കുന്നത് 3 ആണ്. 3 12നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് പോണ നമ്പറാണ് അല്ലേ? അപ്പോൾ താഴെയും മുകളിൽ കിടക്കുന്ന നമ്പർ തമ്മിൽ ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 3 ഒരു പ്രാവശ്യം ഇതിൽ പോയി, 12ന് 4 ടൈംസും പോയി. ഇനി
ഈ 2ഉം 4ഉം കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടി? 8 ആൻസർ കിട്ടി. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു. ഡിവൈഡ് ബൈ 1 ഉണ്ട്, 1 താഴെ 1 വരുന്നത് നോക്കണ്ട. മനസ്സിലായില്ലേ? ഇങ്ങനെയും ചെയ്യാം. നേരെ കിട്ടുന്നത് ഇൻറ്റു ചെയ്തതിന് ശേഷം ഡിനോമിനേറ്റർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ കിട്ടും, ഇങ്ങനെയും ആൻസർ കിട്ടും. പക്ഷെ ഇതാണ് കുറച്ചുകൂടി എളുപ്പം. മനസ്സിലായ? ഇത് ഈ പ്രോബ്ലത്തിൽ നോക്കണ്ട, വലിയ നമ്പറിൻ്റെ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് വലിയ നമ്പറുകളിട്ട് ഇൻറ്റു ചെയ്ത് വരുന്നതിനേക്കാൾ എളുപ്പമാണ് ഡിനോമിനേറ്റർ അതിൽ ഡിവൈഡ് ചെയ്ത് കറക്റ്റായിട്ട് റിമൈൻഡർ ഒന്നും വരാണ്ട് കറക്റ്റായിട്ട് വെട്ടിപ്പോണ, അതായത് ഡിവൈഡ് ചെയ്ത് പോണ നമ്പറാണെങ്കിൽ അത് അതിൽ ഡിവൈഡ് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് പിന്നെ ചെറിയ നമ്പറായി മാറും. അപ്പോൾ അത് തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് ആൻസർ കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം. മനസ്സിലായില്ല? അങ്ങനെയും ചെയ്യാം. അപ്പം ഫ്രാക്ഷനിൽ അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇൻറ്റു ചെയ്യാൻ വരുമ്പോൾ നേരെ കിടക്കുന്നത് ഇൻറ്റു ചെയ്യണം. താഴെ മുകളിലും തവക്ക് എടുക്കുന്നത് അത് ഇങ്ങനെ കിടക്കുന്നതായാലും കുഴപ്പമില്ല, ഇങ്ങനെ കിടക്കുന്നതായാലും കുഴപ്പമില്ല, ഇങ്ങനെ കിടക്കുന്നതായാലും. ഇപ്പം ഇതിൻ്റെ അടിയിൽ ഒരു നമ്പർ ഉണ്ട്, 2 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താ ചെയ്യുക? സുഖമല്ലേ? 2 ഒരു പ്രാവശ്യം പോയി, അപ്പോൾ അതും വെട്ടിപ്പോയി. മനസ്സിലായില്ല? അപ്പം അങ്ങനെയും കളയാം, ഇങ്ങനെയും കളയാം. അല്ലെങ്കിൽ ഇപ്പോൾ 2 ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് പോകും. അങ്ങനെ താഴത്ത് മുകളിലായാൽ മതി. ഇൻറ്റു സെൻറ്ററിന് വരുന്നത് മാത്രം. പ്ലസും മൈനസും ഒന്നും വരുമ്പോൾ വെട്ടിക്കളയരുത്. ഇൻറ്റു വരുമ്പോൾ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഡിവൈഡഡ് ബൈ വന്നാലോ? ഡിവൈഡഡ് ബൈ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് ഇൻറ്റു ആക്കും. എന്നിട്ട് അപ്പുറത്ത് എടുക്കുന്നതിനെ റെസിപ്രോക്കൽ എഴുതും. അപ്പോൾ അത് ഇൻറ്റു ആയി മാറി. അപ്പോൾ നമുക്കിതുപോലെ താഴെ മുകളിലും കിടക്കുന്നത് ഇങ്ങനെ ക്രോസ് ആയിട്ടായാലും ഒക്കെ നമുക്കതിനെ വെട്ടിക്കളഞ്ഞിട്ട് ആൻസറിനെ ചെറുതാക്കിയിട്ട് അപ്പോൾ ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് 8 കിട്ടി. അപ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റ് AC-യുടെ നീളം എത്രയാണ്? 8. അപ്പോൾ സി അടയാളപ്പെടുത്തേണ്ടത് എവിടെയാണ്? എയിൽ നിന്നും 8 സെന്റിമീറ്റർ അകലെയായിട്ട് സി എന്ന പോയിന്റ് അടയാളപ്പെടുത്തി. അപ്പോൾ ഈ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ് എന്ന് നമുക്കിപ്പോൾ കിട്ടി. 2/3 ഓഫ് 12 ആയിരുന്നു. ഇനി അടുത്തതായിട്ട് ഇതിലൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, AD. ഇനി അതുപോലെ തന്നെ D മാർക്ക് ചെയ്യണം. മാർക്ക് D such that AD is 1/4 of AC. ഈ AC-യുടെ 1/4 ആണ് AD. D മാർക്ക് ചെയ്യണം. അപ്പോൾ D എന്ന് പറയുന്ന പോയിന്റ് ഈ AD CD ഇടയിലാണ് വരുന്നത്. കാരണം AC-യുടെ 1/4 ഭാഗമാണെന്ന് പറയുന്നത്. 1/4 ഓഫ് AC എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1/4 ഓഫ് എന്നുള്ളത് നമ്മൾ ഇൻറ്റു ആക്കി. AC നമുക്ക് കിട്ടി. എത്രയാ? AC 8 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിച്ചൂടെ ആൻസർ? അപ്പോൾ ഇങ്ങനെയാണ് നേരെ കിടക്കുന്നത് ഇൻറ്റു ചെയ്യാം. അടിയിൽ മുകളിലും കിടക്കുന്നത് നമുക്ക് ഡിവൈഡ് ചെയ്ത് പോണതാണെങ്കിൽ ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ 4ഉം 8ഉം കാണുമ്പോൾ തന്നെ നമുക്കറിയാം. 4 8ൽ എത്ര പ്രാവശ്യം പോയി? 2 പ്രാവശ്യം പോയി. ബാക്കി എത്രയുണ്ട്? 2 × 1 2 സെന്റിമീറ്റർ ആണ് കിട്ടിയത്. അപ്പോൾ എയിൽ നിന്നും 2 സെന്റിമീറ്റർ അകലെ എന്ത് മാർക്ക് ചെയ്തു? നമ്മൾ D മാർക്ക് ചെയ്തു. കിട്ടിയില്ലേ? ഇപ്പോൾ വാട്ട് ഫ്രാക്ഷൻ ഓഫ് AB ഈസ് AD? ABയുടെ എത്ര ഫ്രാക്ഷൻ ആണ് AD വരാൻ? ABയുടെ എത്ര ഭാഗമാണ് AC? അപ്പൊ AB എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. AC നമുക്ക് AC അല്ല AD നമുക്ക് കിട്ടി 2 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ 12ന്റെ എത്ര ഭാഗമാണ് 2 എന്നാണ് ചോദ്യം. അപ്പോൾ അതായത് 2/12 എന്ന് പറയുമ്പോൾ 2ല് നമുക്ക് ഇതിൽ ചെറുതാക്കാം. 2ല് 2 ഒരു പ്രാവശ്യം പോയി. 12ലാണെങ്കിൽ 6 ടൈംസ് പോയി. 1/6. അപ്പോൾ ABയുടെ എത്രയാണ് AD? ABയുടെ 1/6 ഭാഗമാണ് AD എന്ന് പറയുന്നത്. അതായത് തിരിച്ചു ചോദിച്ചിരിക്കുകയാണ് നമ്മളോട്. ഇത്ര വരെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? 12ന്റെ 1/6 ഭാഗം എത്രയാണ്? 1/6 ഓഫ് 12 അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നത്. അതിന് പകരം ഇത് രണ്ടും നമുക്ക് തന്നിട്ട് ഇതിന്റെ ഫ്രാക്ഷൻ ആണ്, ഇതിന്റെ ഇടയിൽ വന്ന ഫ്രാക്ഷൻ. അതായത് 12ന്റെ എത്രയോ ഇവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട് ഈക്വൽസ് ടു 12ന്റെ ഏത് വാട്ട് ഫ്രാക്ഷൻ എന്നാണ് ചോദിച്ചത്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് 12 ഈസ് 2. വാട്ട് ഫ്രാക്ഷൻ ഓഫ് AB ഈസ് AD. AD എന്ന് പറഞ്ഞാൽ 12 ആണ്. AD 2 ആണ്. 12നെ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 2 കിട്ടുക?
നമ്മുടെ അറിവിൽ 12നെ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ 1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോലും 12 ആണ് ആൻസർ കിട്ടുക. ഇത് 12നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2 കിട്ടും. അതേസമയം നമുക്ക് ഒരു കാര്യം അറിയാം, 12നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. അപ്പോൾ പക്ഷെ ഇവിടെ ഇൻറ്റു ആണ്, ഓഫ് ആണ്. അപ്പോൾ നമ്മൾ ആഡിങ് 6 കൊണ്ട് ഫ്രാക്ഷൻ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ 1/6 മനസ്സിലായില്ലേ? എങ്ങനെയാണ് വന്നത്? 1/6 ഈക്വൽസ് 2. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 6 കൊണ്ട് 12നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരും. 2 × 1 2 ആൻസർ കിട്ടി. മനസ്സിലായില്ലേ? അപ്പം എത്ര ഫ്രാക്ഷൻ ആണ് വന്നത്? അതായത് സെൻട്രലത്തെ ഫ്രാക്ഷൻ ആയിരുന്നു നമ്മളോട് ചോദിച്ചത്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് എ ബി ഈസ് എ ഡി? അപ്പം നമ്മൾ ആലോചിക്കുക, എ ബിനെ ഏത് ഫ്രാക്ഷൻ കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് എ ഡി കിട്ടുക? 1/6 എന്ന് പറയുന്ന ഫ്രാക്ഷൻ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 2 കിട്ടിയത്. മനസ്സിലായില്ലേ? അത് എങ്ങനെയാണ് വന്നതെന്ന്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ 2 meter long rope is cut into 5 equal parts. 2 മീറ്റർ നീളമുള്ള ഒരു റോപ്പിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാണ്. എന്നിട്ട് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/4 of one piece? How many centimeters is this? അപ്പോൾ മൊത്തം റോപ്പിന്റെ നീളം എത്രയാണ്? 2 meters. 2 meters നീളമുള്ള റോപ്പിനെയാണ് നമ്മൾ എത്രയായിട്ട് കട്ട് ചെയ്യാൻ പോണേ? 5 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസിന്റെ നീളം എത്ര ഉണ്ടായിരിക്കും? 2/5 അല്ലേ? 2 മീറ്ററിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എത്ര വരും? ഒരു പീസ് 2/5 മീറ്റർ ആണ് അതിന്റെ ഒരു പീസ്. അത് കിട്ടി. അടുത്തായിട്ട് എന്താ പറയുക? വാട്ട് ഈസ് ലെങ്ത് ഓഫ് 3/4 of one piece? 3/4. ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാ? 1/4. അപ്പൊ 3/4 എന്ന് പറഞ്ഞാൽ എത്രയാ? 3/4. 3/4. മനസ്സിലായില്ലേ? അതിന്റെ ഒരു പീസിന്റെ 3/4 ഭാഗം എത്രയാണ്? 3/4 ഓഫ് 2/5. 1 പീസ് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 2/5. അപ്പൊ നമുക്ക് ഈ ഓഫ് എന്ന് പറയുന്നത് നമുക്ക് കളഞ്ഞിട്ട് അവിടെ നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? ഇൻറ്റു എന്ന് പറഞ്ഞ സൈൻ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് 2/5ന്റെ 3/4 ഭാഗം എത്രയുണ്ട് എന്ന് കിട്ടും. 3/4 ഓഫ് 2/5. അപ്പൊ നമുക്ക് ഇൻറ്റു നേരെ ഇൻറ്റു ചെയ്യുമ്പോൾ 3 × 2 ഡിവൈഡഡ് ബൈ 4 × 5 അല്ലേ? ഈക്വൽസ് എത്ര കിട്ടും? 6/20 അല്ലേ? യെസ്. ഇത്രയും മീറ്റർ ട്ടാ. ഈ 6/20 നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കാം. 6/20 എന്ന് പറയുമ്പോൾ 6ലും 20ലും പോണത് ഏത് നമ്പറാ? രണ്ടിലും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇല്ലേ? അപ്പോൾ 6ൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ടൈംസ്. 20ൽ 2 കൊണ്ട് വിട്ടാണെങ്കിൽ 20ൽ 2 എത്ര പ്രാവശ്യം പോയി? 10 പ്രാവശ്യം പോയി. അപ്പോൾ 3/10 ഈക്വൽസ് 3/10 മീറ്റേഴ്സ് കിട്ടി. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇത് എത്ര സെന്റിമീറ്റർ ആണെന്നാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 3/10 മീറ്റർ എത്ര സെന്റിമീറ്റർ ആയിരിക്കും? മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഇൻറ്റു 100. ഈ 10ന്റെ ഈ 0യും ഈ 0യും നമുക്ക് കളയാം. അതായത് 10 100ൽ എത്ര പ്രാവശ്യം പോവും? 10 പ്രാവശ്യം പോവും. താഴെയും മുകളിലും കിടക്കുന്നതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഇൻറ്റു ചെയ്യാനാണ് വന്നത് അല്ലേ? ഇൻറ്റു ചെയ്യാൻ വന്നാലും ഫ്രാക്ഷൻസിൽ താഴെയും മുകളിലായിട്ട് കിടക്കുന്ന നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡാണ് ചെയ്യേണ്ടത്. നേരെ കിടക്കുന്നത് തമ്മിൽ മാത്രമേ ഇൻറ്റു ചെയ്യാൻ പാടുള്ളൂ. താഴെയും മുകളിലുമായിട്ട് കിടക്കുന്നത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പർ ആണെങ്കിൽ അതിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 10 ഇങ്ങനത്തെ 0 ഉള്ള നമ്പേഴ്സ് എന്ന സുഖമാണ്. ആ 0 ഇങ്ങനെ വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് 0 പോയി വരും, ബാക്കി 1 മാത്രമേ ഉള്ളൂ. ഇതിലിവിടെ എത്ര ഉണ്ട്? 10 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. 3 × 10 എത്ര കിട്ടിയേ? 30 സെന്റിമീറ്റർ ആണ് ആൻസർ. നമ്പേഴ്സൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ സൂക്ഷിക്കണം. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ എപ്പോഴും മിസ്റ്റേക്ക് അല്ല, ആൻസർ തെറ്റി കിട്ടും. കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. പക്ഷേ എളുപ്പമുള്ള ചോദ്യം കാണുമ്പോൾ വന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റോടെ അവിടെ സ്പീഡിൽ ചെയ്തു പോകുമ്പോൾ 0 എന്നുള്ളത് നമ്മുടെ സ്പീഡിൽ എഴുതുമ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കും. 0 അല്ല, പെട്ടെന്ന് ഇങ്ങനെ എഴുതി 6 ആണെന്ന് വിചാരിച്ചിട്ട് ടീച്ചർ അത്
തെറ്റിടും, അങ്ങനെ മാർക്ക്. അങ്ങനെ എനിക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്തോളൂ. എഴുതുമ്പോഴൊക്കെ 0 ഒക്കെ എഴുതുമ്പോൾ ഒന്ന് സമയമെടുത്ത് എഴുതുക, ധൃതിയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയത്? 30 സെൻറ്റിമീറ്റർ കിട്ടി. മനസ്സിലായി? തേർഡ് ക്വസ്റ്റ്യൻ. 3 liters of water is used to fill 4 identical bottles. ഒക്കെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 3 ലിറ്റർ വെള്ളം എടുത്തിട്ട് 4 ഒരുപോലത്തെ ഒരേ അളവിലുള്ള ബോട്ടിൽ നിറയ്ക്കുകയാണ്. 1 bottle is used to fill 5 identical cups. എന്നിട്ടായിട്ട് ഒരു ബോട്ടിൽ എടുത്തിട്ട് ഒരേ അളവിലുള്ള 5 കപ്പുകളിൽ ഒഴിച്ചു. ഹൗ മച്ച് വാട്ടർ ഈസ് ഇൻ 1 കപ്പ്? അങ്ങനെയാണെങ്കിൽ ഒരു കപ്പിൽ എത്ര വെള്ളമുണ്ട്? ഹൗ മെനി മില്ലി ലിറ്റേഴ്സ് ഇസ് ദിസ്? എന്നിട്ട് ലാസ്റ്റ് നമ്മൾ നേരത്തെ മീറ്ററിനെ സെന്റിമീറ്റർ ആക്കിയ പോലെ ഇതിൽ ലിറ്റർ നമ്മൾ മില്ലി ലിറ്റർ ആക്കണം. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 3 ലിറ്റർ വെള്ളം നമ്മൾ എടുക്കുന്നു. 3 ലിറ്റർ എടുത്തു. അതിനെത്രയാക്കി? 4 ഐഡന്റിക്കൽ ബോട്ടിൽസ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 4 ആക്കി മാറ്റി. അപ്പൊ എത്ര ഫ്രാക്ഷൻ വരാ? 3/4 ലിറ്റർ ആക്കി. ഇനി എന്ത് ചെയ്യണം? അതിനെ ഇതിലത്തെ ഒരെണ്ണത്തിന് എടുത്തു. 3/4 എടുത്തിട്ട് എന്ത് ചെയ്യണം? 5 ഐഡന്റിക്കൽ കപ്പുകളിലാക്കണം. 3/4 5 ഭാഗങ്ങളാക്കി ഭാഗിക്കണം. 3 ആദ്യം ഉണ്ടായിരുന്നു, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/4 എന്ന് പറഞ്ഞു. 3/4 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാൻ വരുമ്പോൾ എന്താ ചെയ്യണം എന്ന് പറഞ്ഞേ? റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യണം. 3/4 ആദ്യം എടുക്കുന്ന ഫ്രാക്ഷൻ മാറ്റൊന്നും വരുത്തരുത്, അങ്ങനെ തന്നെ എടുത്തത്. ഡിവൈഡ് ബൈ എന്ന് പറയുന്നത് ഇൻറ്റു ആയി മാറി. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിടുമ്പോൾ എന്ത് വന്നു? 1/5 ഈക്വൽസ് 3 into 1 3, 4 into 5 20 അല്ലേ? 3/20 കിട്ടി. വലിയ ഫ്രാക്ഷൻ ആണ്, പക്ഷെ ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? 3ൽ 3 മാത്രമേ പോവുള്ളൂ. 20ൽ 3 പോവോ? ഇല്ല. അപ്പൊ 3/20 ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ തന്നെ എഴുതാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ 3/20 ലിറ്റർ ആണ് ഒരു കപ്പിലുള്ളത്. ഓക്കെ, അതായത് 3 ലിറ്റർ ഉണ്ടായിരുന്നു മൊത്തം, അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3/4 ലിറ്റർ കിട്ടി. അതിൽ ഒരു കുപ്പിയിലത്തെ വെള്ളം എടുത്തിട്ട് അതിനെ 5 ഐഡന്റിക്കൽ കപ്പുകളിലാക്കി. അപ്പോൾ ഒരു കപ്പിൽ എത്രയുണ്ട്? 3/4 പിന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3/20 ലിറ്റർ കിട്ടി. ക്വസ്റ്റ്യൻ അവസാനിച്ചിട്ടില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് എത്ര മില്ലി ലിറ്റർ ഉണ്ട്. അപ്പൊ ലിറ്റർ മില്ലി ലിറ്റർ ആക്കാനായിട്ട് എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ട? 1000 കൊണ്ട് വേണം ഇൻറ്റു ചെയ്യാനായിട്ട്. 3/20 അല്ലേ? 3/20 ഇൻറ്റു 1000. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ 0 പോയി, ഈ 0 പോയി. അപ്പം ഒന്ന് ചെറുതായി കിട്ടില്ല, നമ്പേഴ്സിനൊന്ന് ചെറുതായി കിട്ടിയാൽ നമുക്ക് സുഖമാണ്, നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ അല്ലേ? ഇനി നോക്കിയേ, 2നെ നമുക്ക് 100ൽ ഡിവൈഡ് ചെയ്ത് പോകും ഇല്ലേ? 200ൽ എത്ര പ്രാവശ്യം പോവാ? 50 പ്രാവശ്യം പോയി, 50 പ്രാവശ്യം പോയി. അപ്പോൾ ഇവിടുത്തെ അടിയിലത്തെ കഴിഞ്ഞു. ഇനി 3ഉം 50 മാത്രമേ ബാക്കിയുള്ളൂ. 3 into 50 എത്രയാ? 150 അല്ലേ? അപ്പോൾ 150 ml ആണ് ഒരു കപ്പിലുള്ളത്. മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം. A 5 kilogram pumpkin is cut into 5 equal parts. അപ്പോൾ 5 കിലോ ഉള്ളൊരു പംകിൻ ഉണ്ടായിരുന്നു, ഒരു മത്തങ്ങ. അതിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു. ഈച്ച് പീസ് ഇസ് ഫർദർ കട്ട് ഇൻറ്റു 2. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസുകൾ വീണ്ടും 2 ആയിട്ട് കട്ട് ചെയ്തു. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ഈച്ച് സച്ച് പീസ്? അപ്പം അങ്ങനെയുള്ള ആ ചെറിയ പീസ് ലാസ്റ്റ് വീണ്ടും കട്ട് ചെയ്തുല്ലോ, അത് എത്രയുണ്ട്? ഹൗ മെനി ഗ്രാംസ് ഇൻ ദിസ്? എന്നിട്ട് പിന്നെ അതിനെ ഗ്രാമിലേക്ക് മാറ്റണം. അപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ സിമ്പിളാണ്. അപ്പോൾ ആദ്യമേ എത്രയുണ്ടായിരുന്നു പംകിൻ? 5 കിലോഗ്രാം ഉള്ളൊരു വലിയൊരു മത്തങ്ങയായിരുന്നു. അതിനെ എത്രയായിട്ട് കട്ട് ചെയ്തു? ആദ്യമേ 5 ഈക്വൽ പാർട്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എന്ത് വരും? ഡിവൈഡഡ് ബൈ 5 അല്ലേ? 5/5 ഈക്വൽസ് എത്രയാ? 5 എത്ര പ്രാവശ്യം? 5ൽ 5 ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം. 1 കിലോഗ്രാം ആണ് ഒരു പീസ്. ഫർദർ വീണ്ടും അതിനെ 2 ആയിട്ട് കട്ട് ചെയ്തു. ഈ 1നെ വീണ്ടും 2 ആയിട്ട് കട്ട് ചെയ്തു. അപ്പം എത്ര വന്നു? 1/2 kg. 1/2 കിലോഗ്രാം ഉണ്ട് ഒരു പീസ് അല്ലേ? ഇത് ഗ്രാമിലേക്ക് ആക്കാൻ സുഖല്ലേ? അതിൻ്റെ
ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ 1/2 കിലോ എന്ന് പറഞ്ഞാൽ 500 ഗ്രാം ആണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളിത് ചെയ്തു പോവുകയാണെങ്കിൽ കിലോഗ്രാമിനെ ഗ്രാം ആക്കാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ? 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അപ്പോൾ കിലോഗ്രാമിനെ ഗ്രാം ആക്കി മാറ്റണമെങ്കിൽ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1/2 ഇൻറ്റു 1000. ഇതിൻ്റെ ആവശ്യമില്ല. 1/2 കിലോഗ്രാം ഈക്വൽസ് 500 ഗ്രാംസ് എഴുതിയാലും മതി. ഇതേ കടാ, ഞാൻ ഇപ്പം തന്നെ പറഞ്ഞല്ലുള്ളൂ 0 എഴുതുമ്പോൾ 6 പോലെ എഴുതും. എന്താ എൻ്റെ ഒരു കുഴപ്പം? അത് ഇത്ര പ്രായമായിട്ട് ഇപ്പോഴും അത് മാറിയിട്ടില്ല. 1000 ഈ 2 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? 1000 നമുക്ക് ഡിവൈഡ് ചെയ്യാം. 2000 എത്ര പ്രാവശ്യം പോവും? 2000 അതായത് 1000ന്റെ പകുതി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1000ന്റെ പകുതി 1000ന്റെ പകുതി എത്ര? 500. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. പിന്നെ ഇവിടെ കിട്ടുന്നത് 1 ആണ്. 1 × 500 500 തന്നെ 500 ഗ്രാംസ്. ഓക്കെ, അപ്പോൾ ആ പംകിൻ വീണ്ടും ലാസ്റ്റ് കട്ട് ചെയ്തപ്പോൾ പിന്നെ ആ പംകിൻ എത്രയുണ്ട്? 1/2 കിലോഗ്രാം, അതായത് 500 ഗ്രാം. മനസ്സിലായി? അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.